ஏண்டி 3 நேரம் சோறு தானே சாப்பிடுறது? கையும் காலும் பலம் இல்லையா? மரியாதையா அமத்தடி. ആ പെണ്ണൂടെ ഉണ്ടോ? ഞങ്ങൾ കൊണ്ടുപോകാനാ വന്നേ. അത് ഇതുവരെ അവക്കുള്ള മനോവ്യാധി മാറല. ഇതിനു മുമ്പ് 2 തവണ വിളിച്ചപ്പോഴും നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഇന്ന് ആ പെൺകുട്ടിയെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ. ஐயா, நான் சொன்னது உண்மைதான். அவ இதுவரைக்கும் സാധാ നിലമേലെ എത്തലേ. ദേ നോക്ക്, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ സേട്ട് ഞങ്ങളോട് പറഞ്ഞായിരുന്നു വിശ്വസിക്കാൻ പറ്റാത്ത വർഗം നീയൊക്കെയെന്ന്. കച്ചവടം ഉറപ്പിച്ച് കാശും വാങ്ങിയിട്ട് കൂടുതൽ വിലയ്ക്ക് വല്ല ഏർപ്പാടും ആക്കിയോ നീ? இல்ல ஐயா, அவக்கு இப்ப நாட்டு மருந்தெல்லாம் கொடுத்தாச்சு. கொஞ்ச நாள் கூட கொடுயா. എനിക്ക് നിന്നെ ഒന്നും വിശ്വാസമില്ല. കേറി നോക്കടാ. എല്ലാം എടുത്തൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് 2 പേർക്കും കൂടി ആറ്റുവാശ്ശേരിയിലേക്ക് പോവാം. എന്താ എടുത്തി വിളിച്ച്? വിളിപ്പിച്ചത് ഞാനാ. നിങ്ങൾ 2 പേരും കൂടി ഒരു ജോലി ചെയ്യാനുണ്ട്. എന്ത് ജോലി? അയ്യോ പേടിക്കണ്ട, അടുക്കളയിൽ കയറാനൊന്നുമല്ല. പ്രിയങ്കയുടെ മുറിയില് അവളുടെ ഡ്രസ്സുകൾ ഒരുപാട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോ അതങ്ങനെ സൂക്ഷിക്കുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം ഒന്ന് ഒതുക്കി കെട്ടിവെക്കണം. എന്നിട്ട് ഞങ്ങളത് ആറ്റുവാശ്ശേരി കൊണ്ടുപോയി കൊടുത്തോളാം. എന്താ, ചെയ്യാൻ പറ്റില്ല 2 പേർക്കും? അമ്മേ, ഉള്ള കാര്യം പറയാലോ, എനിക്ക് പേടിയാ. പേടിയോ? എന്തിന്? എന്തായാലും പ്രിയങ്കയ്ക്ക് സംഭവിച്ചത് അപമൃത്യുവാണല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആത്മാവ് അലഞ്ഞു നടക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ആ ഡ്രസ് എടുക്കാൻ ചെല്ലുമ്പോഴാണ് എല്ലാം കൂടി എന്റെ നേർക്ക് വരുന്നെങ്കിൽ, ഓ, ഞാൻ എന്തിനാ ഈ കുരിശൊക്കെ ചുമക്കുന്നത്? എനിക്കും പറ്റില്ല. അവളുടെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ കൺമുന്നിൽ കാണുമ്പോ സങ്കടം കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു പണി പറഞ്ഞ അത് ചെയ്യാൻ നോക്കണം. അതിനപ്പോഴേക്കും എന്തൊക്കെ വിചിത്രമായ ന്യായങ്ങളാ വന്നതെന്ന് നോക്കി. അമ്മ വേറെന്തെങ്കിലും പറഞ്ഞു. ഈ വീട് അടിച്ചു വരണോ, തുടയ്ക്കണോ, അടുക്കളയിൽ കയറി എന്തെങ്കിലും പണി ചെയ്യണോ? അതൊക്കെ ചെയ്യാം. പക്ഷേ പ്രിയങ്കയുടെ മുറി കയറാനും അവളുടെ ഡ്രസ്സിൽ തൊടാനൊന്നും ഞങ്ങൾ നിർബന്ധിക്കണ്ട. ഞങ്ങളോട് അവള് നല്ലവണ്ണം പെരുമാറിയിരുന്നത് മുത്തശ്ശി. ഞങ്ങൾക്ക് ആ സങ്കടമുണ്ട്. എന്നാ പിന്നെ ഇവർക്ക് വൈകില് വേണ്ടമ്മേ. സാധനങ്ങള് ഞാൻ എടുത്തു വെച്ചോളാം. എടുത്തി സൂക്ഷിക്കണം കേട്ടോ. ഞങ്ങള് പറഞ്ഞില്ലെന്ന് വേണ്ട. നമ്മുടെ വീടിനകത്തല്ലേ, ഇവിടെ അങ്ങനെ ശല്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. ശരി, അമ്മയുടെ ഇഷ്ടം. എന്തായാലും അവളുടെ സാധനങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകുന്ന നല്ലതാ. ഇടക്കിടക്കത് കാണുമ്പോ പേടിക്കണ്ടല്ലോ. ചെറിയമ്മ വാ. ഇത്രയൊക്കെ കള്ളത്തരം അവരെവിടുന്നാ പഠിച്ചേ പത്മിനി? ഓ, പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ഇനി അതൊന്നും മാറ്റാനും പറ്റില്ല. ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാന്ന് ഞാൻ പറഞ്ഞത് രാധികമോൾ അതൊക്കെ കണ്ട് വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇവരാരും പറയുന്ന പോലല്ല. ഇരിക്കുമോളെ, വരണിരിക്ക. ഫിദ മാഡം കൃഷ്ണഭക്തിയാണല്ലേ? അല്ല, ഇയാള് പറഞ്ഞതാ. സത്യം പറഞ്ഞാ ഇത് മറ്റുള്ളവർ കാണുകയും അംഗീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആക്ച്വലി ദൈവത്തിന്റെ ഒരു കോൺസെപ്റ്റ് അതാണല്ലോ. എല്ലാവരും ദൈവത്തിന്റെ മക്കൾ.
ആർക്കും ദൈവത്തിന് മുന്നിൽ വേർതിരിവില്ല എന്നൊക്കെ. ഞാൻ അങ്ങനെയാ കരുതുന്നേ. പിന്നെ എനിക്കെല്ലാവരെയും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഈ കൃഷ്ണഭക്തി ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നോ, അതോ? എന്താ വരുണിത്? ഒരു വിഷയം കിട്ടി അതിനെ സംസാരിച്ചോണ്ടിരിക്ക. വരുൺ, കണിമംഗലത്ത് ഇവൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കണിമംഗലത്ത് അത്യാവശ്യം കാലിൽ കൊണ്ടാൽ മുറിയുന്ന 2 മുള്ളുകളുണ്ട്. ഒന്നിന്റെ പേര് കൽപ്പന, ഒന്നിന്റെ പേര് ഉർവശി. പിന്നെ ഭാഗ്യത്തിന് ഇയാൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാം. ഏത് രീതിയിലാ കൈകാര്യം ചെയ്യേണ്ടെന്ന് വെച്ചാ കൈകാര്യം ചെയ്തോളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവളങ്ങനെയൊന്നും ചെയ്യില്ല. ചീത്ത പറഞ്ഞ തലകുനിച്ച് നിൽക്കാനും കരയാനും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആഹാ, ആര് പറഞ്ഞു? ഇപ്പൊ ഞാൻ ചിലതൊക്കെ പറയാറുണ്ട് അല്ലേ? അതിനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. എങ്കിലും നോക്കിക്കോണേ വരണേ. ഇവക്കൊരു വിഷമമുണ്ടെന്ന് കേട്ടാ പിന്നെ എനിക്ക് ഉറങ്ങാനാവില്ല.